ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നിത്യത ലക്ഷ്യമാക്കി ഓടുന്ന പെന്തക്കോസ്ത് സമൂഹത്തിലെ ചില വ്യക്തി ജീവിതങ്ങളും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന മൂല്യച്യുതിയും അന്ത്യകാല ന്യായവിധിയുമാണ് ഞങ്ങളിവിടെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഒരു ഞായറാഴ്ച സഭായോഗത്തിന് ശേഷം ആരാധന വളരെ അനുഗ്രഹമായിരുന്നു കേട്ടോ. ആണോ? അച്ചായമാർക്കൊന്നും എന്നെ പോലെ ആരാധിക്കുന്ന ഒരു ഉഷാറില്ലല്ലോ പാസ്റ്റർ. അച്ചായ പറഞ്ഞ മുഴുവൻ ശരിയാ. മോളിരിക്കുന്നതെല്ലാം കാണുന്നുണ്ടല്ലോ. പാസ്റ്റർ പിന്നെ എത്ര മണിക്കായിരുന്നു പരസ്യമൊക്കെ പറഞ്ഞത്? വൈകിട്ട് 4 മണിക്ക് അച്ചായ ഉണ്ടാവില്ലേ? അമ്മാമേ, ഇന്നത്തെ സഹായം എന്തിനു കൊള്ളാം. പാസ്റ്റർ ഒരു ഉണർവുമില്ലായിരുന്നു. അമ്മാമേ, പാസ്റ്റർ ന്യായവിധിയെ കുറിച്ചാണല്ലോ പ്രസംഗിച്ചത്. നല്ല മെസ്സേജ് ആയിരുന്നല്ലോ. തമ്പിച്ചായന്റെ മരുമകളെ കണ്ടോ? എന്തൊരു പത്രാസ. അവൾ വലിയ പ്രാർത്ഥനക്കാരിയാണെന്ന് വിചാരം. ശരിയാ, ഞാനത് അങ്ങോട്ട് പറയാനിരിക്കുകയായിരുന്നു. എടി, നീ അറിഞ്ഞോ? സാറാമ്മയുടെ മകൻ ന്യൂമോണിയ ബാധിച്ച് കിടപ്പില. സീരിയസ് ആണെന്നാ കേട്ടെ. അതെ, ഞാൻ കേട്ടായിരുന്നു. തോമാച്ചൻ ചെയ്ത പാപത്തിന്റെ ഫലമാ ആ കൊച്ചു അനുഭവിക്കുന്നത്. ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം തോമാച്ചായന്റെ ഭവനത്തിൽ അച്ചായ, കൊച്ചിന് എങ്ങനെയുണ്ട്? പനി കുറഞ്ഞോ? അവൻ അവിടെ കിടക്കുന്നത്. നീ എവിടെ പോയതാടി? വേഗം ചോറെടുക്കും. അച്ചായ, ഞാൻ പള്ളിയിൽ പോയതാ. ചോറ് ഇപ്പൊ ഞാൻ ആക്കിത്തരാം. അവളുടെ ഒരു പള്ളിയും പാസ്റ്റർ. നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പള്ളിയിൽ പോകരുത്. നീ എത്ര പ്രാർത്ഥിച്ചാലും കൊച്ചിന്റെ പനി മാറിയില്ലല്ലോ. ആ പാസ്റ്റർ ഞാൻ കാണുന്നുണ്ട്. ഈ അച്ചായന്റെ ഒരു കാര്യം ഒരിക്കലും നന്നാവത്തില്ല. എനിക്ക് മോനെ, എന്തെങ്കിലും കഴിച്ചിട്ട് കിടക്ക്. അമ്മാമേ, സ്തോത്രം അമ്മാമേ. ഓ പാസ്റ്ററോ? സ്തോത്രം പാസ്റ്ററേ. അമ്മാമേ, കൊച്ചിനെ എങ്ങനെയുണ്ട് ഇപ്പോ? പാസ്റ്ററെ, കൊച്ചിന്റെ പനി തീരെ കുറവില്ല. പ്രാർത്ഥിക്കുന്നുണ്ട്. പാസ്റ്റർ എന്താ ഈ വഴിക്ക്? 4 മണിക്കത്തെ പരസ്യയോഗത്തിന് പോകുന്ന വഴി കയറിയതാ. അമ്മാമേ, അച്ചായൻ എവിടെ? അച്ചായൻ ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. ആണോ? വാ, നമുക്ക് കൊച്ചിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചിട്ടിറങ്ങാം. വൈകുന്നേരം 4 മണിക്ക് കവലയിലെ പരസ്യയോഗം. ആകാശരക്ഷണങ്ങൾ കണ്ടോ കണ്ടോ, ഭൂകമ്പ ശബ്ദം കേട്ടോ കേട്ടോ. ആകാശരക്ഷണങ്ങൾ കണ്ടോ കണ്ടോ, ഭൂകമ്പ ശബ്ദം കേട്ടോ കേട്ടോ. സ്വർഗ ഹലോ, എടാ തോമാച്ചായ, പാസ്റ്റർ കവലിൽ വന്ന് പ്രസംഗിക്കുന്നുണ്ട്. നീ ഇങ്ങോട്ട് വന്നേ, നമുക്കൊരു പണി കൊടുക്കണ്ടേ? മധ്യാകാശമൊരുങ്ങുകയാണത്രേ. കാണുമോ നീ കത്തൻ വരവിൽ, കേൾക്കുമോ കാഹള ശബ്ദത്തെ. കാണുമോ നീ കത്തൻ വരവിൽ, കേൾക്കുമോ കാഹള ശബ്ദത്തെ. പ്രിയാണി വരവേറ്റ വസന്തമേ, പ്രതിഫലം ലഭിക്കുന്ന നിശ്ചയമേ. പ്രിയാണി വരവേറ്റ വസന്തമേ, പ്രതിഫലം ലഭിക്കുന്ന നിശ്ചയമേ. എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ, യേശുക്രിസ്തു വേഗം വരാറായി. യേശുക്രിസ്തു നിനക്ക് വേണ്ടിയാണ് ക്രൂശിൽ മരിച്ചത്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല. അവന്റെ ഒരു പരസ്യയോഗം. എന്നൊക്കെ ഇവിടെ പരസ്യയോഗം നടത്താൻ പെർമിഷൻ തന്നെ. എടാ, നീ വീട്ടിലിരിക്കുന്ന വണ്ടികളെ പ്രാർത്ഥിപ്പിക്കാൻ നടക്കുവാണല്ലടാ. ടി വി കണ്ടന്റ് കൂടുള്ളതല്ലേ അവന്റെ ഒരു പരസ്യയോഗം. അയ്യോ ചേട്ടാ, എനിക്ക് ഈ പുള്ളി അറിയില്ല. ഞാൻ വെറുതെ കാണാൻ വന്നതാ. പിടിക്കടാന് നിന്റെ നിനക്ക് 2 എണ്ണത്തിന്റെ കുറവുണ്ട്. നീ പരസ്യം നടത്താനോ? അവന് ഇങ്ങോട്ട് കാണാൻ കൊടുക്കാം. ഞാൻ കൊടുക്കട്ടെ. അച്ചായ, എന്താ ഈ ചെയ്യുന്നേ? പാസ്റ്റർ എവിടെ? അച്ചായ, എന്താ നീ എന്താ ഇവിടെ? പാസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ മോനെ സൗഖ്യം കിട്ടി. നമ്മുടെ മോനെ നോക്ക്. പാസ്റ്റർ ഉപദ്രവിക്കില്ലേ? അവർക്ക് നീ എന്താ പറയുന്നത്?
മോനെ മോനെ നിന്റെ പനി മാറിയോ? നിനക്ക് സൗഖ്യം ലഭിച്ചോ? വാസു ഇത് നോക്ക്, നിന്റെ മോന് സൗഖ്യം ലഭിച്ചു. വാസു, എടാ വാസു, നീ എന്താ ചെയ്യുന്നേ? പാസ്റ്റർ ഉപദ്രവിക്കരുത്. ദൈവമേ, ചതിച്ചല്ലോ. പാസ്റ്ററെ, എനിക്ക് പാസ്റ്ററെ, ദൈവമേ, നീ പാസ്റ്ററെ കുത്തിയോ? എടാ പാസ്റ്റർ മരിച്ചാ? ദൈവമേ, ഈ പാവമല്ല ഞാൻ ഇനി ഇവിടെ കൊണ്ടെത്തുന്നു. എടാ വാസു, എനിക്ക് പാസ്റ്ററെ കൊല്ലണമെന്നില്ലായിരുന്നടാ. നീ ഇത് നോക്ക്, എന്റെ മോൻ അവൻ ജീവനോട് വന്നു നിൽക്കുന്നു. അവൻ മരിച്ചു പോകുന്നു കരുതി ആ ദൈവത്തെ തള്ളി പറഞ്ഞാലോ ഞാൻ. പക്ഷെ അതേ ദൈവം തന്നെ എന്റെ മകനെ ഇപ്പൊ സൗഖ്യമാക്കിയിരിക്കുന്നു. എന്റെ ദൈവമേ, എന്നോട് ക്ഷമിക്കണമേ. എന്റെ ദൈവമേ, എന്നോട് ക്ഷമിക്കണമേ. ഒരിക്കൽ എല്ലാവരും മരിച്ച് ദൈവത്തിന്റെ ന്യായാസനത്തിന് മുൻപിൽ നിൽക്കേണ്ടതാകുന്നു. ഇപ്പോൾ കണ്ട വ്യക്തി ജീവിതങ്ങൾ ദൈവത്തിന്റെ ന്യായവിധിക്കായി കാത്തു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ ഇനി കാണുന്നത്. ഇത് എന്ത് വലിയ ക്യൂവാ! ഇത്രയും വലിയ ക്യൂ ഒന്നും എന്നെ കൊണ്ട് നിൽക്കാൻ പറ്റത്തില്ല. വാസു ഇതേവരെ ക്യൂ നിന്ന് ചരിത്രമില്ല. നീ ഏതാടാ? മാറി നിൽക്കണം. എന്നോട് ഇനി പ്രത്യേകം പറയണം. അങ്ങോട്ട് മാറണം. നിന്റെ പേരെന്താകുന്നു മകനെ? എന്റെ പേര് അറിയത്തില്ലേ? എന്റെ പേര് വാസു. എല്ലാവരും എന്നെ പിച്ചാത്തി വാസു എന്ന് വിളിക്കും. എന്റെ പേരുണ്ടോ നോക്കിക്കേ. നിന്റെ പേര് ഇതിൽ ഇല്ല മകനെ. എന്നാ PB വാസു എന്നുണ്ടോ നോക്കി. അതാ എന്റെ ശരിക്കുള്ള റേഷൻ കാർഡിന്റെ പേര്. നിന്റെ പേര് ജീവപുസ്തകത്തിൽ കാണുന്നില്ല. നീ എന്റെ ദാസനെ മരണത്തിനിരയാക്കി. നീ അനവധി ദ്രോഹങ്ങൾ എന്റെ ദാസന്മാർക്കെതിരെ ചെയ്തു. അതിനാൽ നീ സ്വർഗരാജ്യത്തിൽ പ്രവേശിപ്പാൻ യോഗ്യനല്ല. കുല ചെയ്യരുത് എന്നും ആരെങ്കിലും കുല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകുമെന്നും പൂർവികരോട് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്ന് മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നു. എന്റെ തനിസ്വഭാവം നിങ്ങൾക്ക് അറിയാത്തതാണ്. എന്റെ വിച്ചാതി കയ്യിലില്ലാതെ അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഒത്തി കീറിയനെ. ദൈവമേ, ഞാൻ അങ്ങയുടെ വിശ്വസ്തദാസനായിരുന്നു. ഞാൻ നീതിയോടെയാണ് ജീവിച്ചത്. സ്വർഗരാജ്യത്തിൽ കടപ്പാൻ ഞാൻ യോഗ്യനാണ്. ഇതാണ് എന്റെ സർട്ടിഫിക്കറ്റ്. നീ എല്ലാത്തിലും വിശ്വസ്തനായിരുന്നു. എന്നാൽ ഒരിക്കൽ നീ എന്നെയും എന്റെ ദാസനെയും തള്ളിപ്പറഞ്ഞു. നീ പശ്ചാത്തപിച്ചതുമില്ല. നീ ചെയ്ത പ്രവൃത്തി കൊണ്ട് നിന്റെ പേർ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളഞ്ഞിരിക്കുന്നു. ദൈവമേ, എന്നോട് ക്ഷമിക്കണമേ. എന്നെ നരകത്തിലേക്ക് തള്ളിക്കളയരുത്. ആരെങ്കിലും എന്നെയും എന്റെ വചനങ്ങളെയും കുറിച്ച് നാണിച്ചാൽ അവനെ കുറിച്ച് മനുഷ്യപുത്രൻ തന്റെയും പിതാവിന്റെയും വിശുദ്ധ ദൂതന്മാരുടെയും മഹത്വത്തിൽ വരുമ്പോൾ നാണിക്കും എന്ന് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവമേ, എന്നെ കൈവിടരുത്. ദൈവമേ, എന്റെ ദൈവമേ.
ദൈവമേ, ഞങ്ങൾ ഇപ്പോൾ പോയവരെ പോലെയല്ല. ഞങ്ങൾ ആരെയും തള്ളി പറഞ്ഞിട്ടില്ല, കൊലപാതകം ചെയ്തിട്ടില്ല, സഭായോഗം മുടക്കിയിട്ടില്ല. ഞങ്ങൾ സ്വർഗരാജ്യത്തിന് അവകാശികളാണ്. നിങ്ങൾ സഭായോഗം മുടക്കിയിട്ടില്ല, എല്ലാ പ്രാർത്ഥനയിലും പങ്കാളികളായിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ എന്റെ വചനം ശ്രവിച്ചില്ല, അത് അനുസരിച്ചതുമില്ല. നിങ്ങൾ മറ്റുള്ളവരെ പരിഹസിച്ചു, മറ്റുള്ളവരുടെ താഴ്ചയിൽ സന്തോഷിച്ചു. അതിനാൽ നിങ്ങളുടെ പേര് ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളഞ്ഞിരിക്കുന്നു. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്നും പുറപ്പെടരുത്. നിങ്ങൾ ദൈവവചനം കേട്ടു, എന്നാൽ അനുഗ്രഹിച്ചില്ല. അയ്യോ ദൈവമേ, ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി. ഞങ്ങൾക്കൊരു അവസരം കൂടി തരണമേ. കർത്താവേ, ഞാനൊരു പാപിയാണ് കർത്താവേ. ഞാൻ അങ്ങയുടെ മുൻപിൽ നിൽക്കാൻ യോഗ്യനല്ല കർത്താവേ. ഞാൻ അങ്ങയുടെ ദാസന്മാരെ ഉപദ്രവിച്ചു, ഞാൻ അങ്ങയുടെ നാമത്തെ ദുഷിച്ചു, അങ്ങയുടെ വചനം അനുസരിച്ചതുമില്ല. ഞാൻ സ്വർഗരാജ്യം അവകാശമാക്കാൻ യോഗ്യനല്ല കർത്താവേ, യോഗ്യനല്ല. മകനെ, നീ തെറ്റിപ്പോയതായിരുന്നു. നീ എന്റെ ദാസനെ ഉപദ്രവിച്ചു. എന്നാൽ നീ നിന്റെ തെറ്റുകൾ ഏറ്റുപറഞ്ഞു പശ്ചാത്തപിച്ചു, എന്നിലേക്ക് മടങ്ങി വന്നു. നിന്റെ പാപങ്ങൾ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. എന്റെ രക്തത്താൽ നിന്നെ വീണ്ടെടുത്തു. നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു എന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നു. മകനെ, നിന്റെ പേര് പറയൂ. എന്റെ പേര് ഇമ്മാനുവൽ, അപ്പന്റെ പേര് തോമസ്, അമ്മയുടെ പേര് ഏലിയാമ്മ, 12-ാം വാർഡ്, 15-ാം വീട്. പേരുണ്ടോ നോക്കിയേ. നിന്റെ പേര് ഇതിലില്ല. ഒന്നുകൂടെ നോക്കിയേ. ഉറപ്പാണോ? പേരില്ലല്ലോ. നിന്റെ പേര് ജീവപുസ്തകത്തിൽ കാണുന്നില്ല. ഭാഗ്യം, ഞാൻ ഫുൾ ടെൻഷനിലായിരുന്നു. പേരുണ്ടോ എന്ന് വിചാരിച്ച് ഇപ്പോഴാ ആശ്വാസമായ. അതെന്താ അങ്ങനെ പറഞ്ഞ്? നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമില്ലേ? അതിന്റെ പേരല്ല, എന്റെ അയൽവക്കക്കാരന്റെ പേരാണ്. അവന്റെ പേരിലല്ലോ. ഇപ്പോഴാ സമാധാനമായ. ഇനി എന്റെ പേരിൽ കുഴപ്പമില്ല. മകനെ മത്തായി, നിന്റെ പേര് ജീവപുസ്തകത്തിൽ ഇല്ല. നീ നല്ലവനായി അഭിനയിച്ചു, മറ്റുള്ളവരെ കബളിപ്പിച്ചു. യൂദാസിനെ പോലെ നീ എന്റെ ദാസനെ ഒറ്റിക്കൊടുത്തു. നീ സ്വർഗരാജ്യത്തിൽ പ്രവേശിപ്പാൻ യോഗ്യനല്ല. നീതിയിൽ സ്ഥിരപ്പെട്ടിരിക്കുന്നവൻ ജീവനെ പ്രാപിക്കുന്നു, ദോഷത്തെ പിന്തുടരുന്നവനോ തന്റെ മരണത്തിനായി പ്രവർത്തിക്കുന്നു എന്ന് സദൃശ്യവാക്യത്തിൽ പറയുന്നു. മകനെ പൗലോസേ, നീ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം നിനക്കായി വച്ചിരിക്കുന്നു. നീ എന്റെ നല്ല ദാസനായിരുന്നു. നീ അനേകരെ എന്നിലേക്ക് നയിച്ചു. നീ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നീ സ്വർഗരാജ്യത്തിന് അവകാശിയായിരിക്കുന്നു. മകളെ സാറാമേ, നീ നിന്റെ കഷ്ടതയിലും ദാരിദ്ര്യത്തിലും ജീവിതത്തിലെ പല ശോധന വേളകളിലും എന്റെ നാമം മുറുകെ പിടിച്ചു. നീ അനുഗ്രഹിക്കപ്പെട്ടവൻ, സ്വർഗരാജ്യത്തിന് അവകാശിയായിരിക്കുന്നു. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്.
പ്രിയമുള്ളവരെ, ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. നമ്മൾ ഇതുവരെ കണ്ട കഥാപാത്രങ്ങളുടെ ജീവിതങ്ങളിലൂടെ നാം നമ്മെ തന്നെ വിലയിരുത്തി ക്രമീകരണം പ്രാപിച്ച് കർത്താവിന്റെ വരവിന് വേണ്ടി നമ്മെ തന്നെ ഒരുക്കാം. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.